ഹോസ്റ്റലിലേക്കുള്ള ഊബർ ബുക്ക് ചെയ്തപ്പോൾ ദേണ്ട മലയാളി ആൾ കണ്ണൂരുകാരനാണ് കേട്ടോ. പുറത്ത് നിന്ന് നമ്മൾ മലയാളിയെ കാണാൻ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. നമ്മൾ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ദാണ്ട് ഈ കാണുന്നതാണ് ഹോസ്റ്റലിൻ്റെ പരിസരവും. ഇതാണ് വാർഡൻ്റെ അവിടെ കുറച്ച് ഫെസിലിറ്റി അല്ല, ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ബുക്ക് ഷെൽഫൊക്കെ കണ്ടോടാൻ ചോദിച്ചപ്പോൾ അത് കണ്ടില്ലെങ്കിൽ അവിടെ പുറത്ത് നല്ല പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അത് കണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറി 3ാമത്തെ നിലയിലാണ് അവൻ്റെ റൂം. അപ്പോൾ എല്ലാ സാധനങ്ങളും കുത്തി നിറഞ്ഞ് ഞങ്ങളെല്ലാവരുടെ ലിഫ്റ്റ് കയറി അവൻ്റെ റൂമിലേക്കുള്ള പോക്കാണ് നിങ്ങളെ കാണുന്നത്. ഇതാണ് അവൻ്റെ റൂമിൽ 4 പിള്ളേരായിട്ടോ ഉള്ളത്. ഞങ്ങളാണ് ആദ്യം വന്നത്. റൂമും കണ്ടോ എന്താ ഫെസിലിറ്റി. താഴെയാണ് അവൻ്റെ ബെഡ്. അങ്ങനെ സ്റ്റഡി ടേബിളുണ്ട്, കബോർഡുണ്ട്, കണ്ടില്ലേ കബോർഡുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലൈറ്റൊക്കെ നോക്കണം, പല ഷെയ്ഡ്സ് ഉണ്ട്, മാറി മാറി വരുന്നത് കണ്ടോ. ഇനി അങ്ങോട്ട് പഠിച്ചാൽ മതി. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ സംഭവിച്ചുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് കൊടുത്തു കേട്ടോ. കൊച്ചല്ലേ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, ഇത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനല്ലേ. അപ്പോൾ നമ്മുടെ ബസ് ലേറ്റ് ആയതുകൊണ്ട് M5 മോളിൽ കയറി നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാനുള്ളതെല്ലാം വാങ്ങിച്ച് ബർഗറും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ KBSനായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ലപോലെ ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു. കട്ട് ഫ്രൂട്ട്സും കഴിച്ച് എൻ്റെ ടാബ്ലറ്റ്സും കഴിച്ച് പിന്നെ നേരെ കിടന്നങ്ങ് ഉറങ്ങി. എണ്ണീറ്റപ്പെടുത്തേനും നമ്മൾ അടൂരെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാംഗ്ലൂർ വിശേഷങ്ങൾ. ബൈ.